നമസ്കാരം. എല്ലാവർക്കും GK ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ മായാത്ത ഒരു അധ്യായം എഴുതി ചേർത്ത പ്രതിരോധത്തിൻ്റെയും മികച്ച നേതൃത്വത്തിൻ്റെയും പ്രതീകമായ ഷെയ്ഖ് ഹസീന വാജിദിൻ്റെ ജീവിതകഥയെക്കുറിച്ചാണ്. വ്യക്തിപരമായ ദുരന്തങ്ങളെയും രാഷ്ട്രീയ വെല്ലുവിളികളെയും അതിജീവിച്ച് ബംഗ്ലാദേശിനെ സാമ്പത്തിക വളർച്ചയിലേക്ക് നയിച്ച ഒരു വനിതയുടെ അവിശ്വസനീയമായ ജീവിതയാത്ര നമുക്ക് പരിശോധിക്കാം. 1947 സെപ്റ്റംബർ 28 കിഴക്കൻ പാകിസ്ഥാനിൽ, അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശ്, ജനിച്ച ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ സ്ഥാപക നേതാവും ആദ്യ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ 5 മക്കളിൽ മൂത്തവളായിരുന്നു. അസിംപൂർ ഗേൾസ് ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ച ഹസീന പിന്നീട് ബദറുന്നീസ ഗവൺമെൻറ് ഗേൾസ് കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടി. അവിടെ 1966-67 കാലഘട്ടത്തിൽ അവർ വിദ്യാർത്ഥി യൂണിയൻ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദം നേടിയ അവർ 1973 പഠനം പൂർത്തിയാക്കി. യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിൽ ഛാത്ര ലീഗിൻ്റെ സജീവ പ്രവർത്തകയും റോക്കിയ ഹാൾ യൂണിറ്റിൻ്റെ സെക്രട്ടറിയുമായിരുന്നു. തുടർന്ന് നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസ് നയിക്കുന്ന ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കപ്പെട്ടു. അവാമി ലീഗിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഭാവി തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. 77 വയസ്സുകാരിയായ ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ തുടരുകയാണ്. മറ്റെവിടെയെങ്കിലും അഭയം തേടാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അവരുടെ മകൻ സജീവ് വാജിദ് ആദ്യം അവർ തിരികെ വരില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്നറിയിക്കുന്നു. എന്നാൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഷെയ്ഖ് ഹസീനയുടെ ജീവിതം വ്യക്തിപരമായ ദുരന്തങ്ങളെ അതിജീവിച്ചും ബംഗ്ലാദേശിനെ സാമ്പത്തികമായി രൂപാന്തരപ്പെടുത്തിയുമുള്ള ഒരു പ്രതിരോധത്തിൻ്റെ കഥയാണ്. ബംഗ്ലാദേശിനെ ഒരു പ്രാദേശിക സാമ്പത്തിക ശക്തിയായി മാറ്റിയതിനും 1971 പാരമ്പര്യം സംരക്ഷിച്ചതിനും അവരുടെ പിന്തുണക്കാർ അവരെ പ്രശംസിക്കുന്നു. എന്നാൽ അവരുടെ സ്വേച്ഛാധിപത്യപരമായ ഭരണം ജനാധിപത്യ സ്ഥാപനങ്ങളെ തകർക്കുകയും വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും ചെയ്തുവെന്ന് വിമർശകർ വാദിക്കുന്നു. ബംഗ്ലാദേശ് ഹസീനാനന്തര യുഗത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അവാമി ലീഗിൻ്റെയും രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായ ഭാവിയെക്കുറിച്ചും ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. ഒരു വിദ്യാർത്ഥി